ആദ്യമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാ? നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് ഈ ഉറക്ക കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ പോണത് കേട്ടാ. ആദ്യമായിട്ട് ഞങ്ങൾ സേവ് റേറ്റ് എടുക്കാൻ പോകുന്നു. ഇത് ജോബി കൊണ്ടുവന്ന സോമരസം ഉണ്ട്. പൊന്നെ എന്നോട് സത്യം പറ പൊന്നി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആമി നോക്ക, ആമി എന്നെ സുന്ദരി ആക്കണം, രാജകുമാരി ആക്കണം. നീ എന്നെ പാത്തുമ്മ. ആമി ഉണ്ട്, ആദിത്യനുണ്ട്, അനന്തുണ്ട്. പക്ഷെ ഇവരൊന്നും ദുബായിക്ക് പോകാനില്ല. ഞാനും അനന്തും പിന്നെ ഞങ്ങളുടെ ക്യാമറമാൻ കാർത്തി, ഞങ്ങളെല്ലാവരും കൂടി, ക്യാമറമാനും പിന്നെ കാർത്തിയും ഞങ്ങളെല്ലാവരും കൂടി ദുബായിക്ക് പോവാണ് സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലേ വന്നെ? ഹാപ്പിയാണോ? ഞങ്ങൾ തമ്മിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണല്ലേ നമ്മൾ, അതും ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് ഞങ്ങൾ രണ്ടും കൂടി. ആദ്യമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാ? നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് ഈ ഉറക്ക കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ പോണത് കേട്ടാ. എടാ, ഞങ്ങൾ പോണേന് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഒരു എക്സൈറ്റ്മെന്റ് പോയിട്ട് വരാൻ സാധനങ്ങൾ കൊണ്ടുവരാട്ടെ, കൊണ്ടുവരാം. ഞാൻ ഊതിയത് നിന്നെ ചളി ചളി ചളി. അപ്പൊ അങ്ങോട്ട് പോട്ടെ, ബാക്കി ആൾക്കാരെ കാണിച്ചു തരാട്ടോ. എടാ ബൈ ബൈ ബൈ, ഹാപ്പി. ഇത് നോക്ക്, രണ്ടുപേര് സജീവക്ക ശ്രാവൺ. നിന്റെ മറ്റത്തെ തല ഇന്ത്യടാ, കളർ തല കളിയാക്കിയതിനാരെങ്കിലും ഇതിപ്പോ കറക്റ്റ് പറ്റിയ സ്ഥലല്ലേ? ഹബീബി കം ടു ദുബായ്. സജീബൊക്കെ ശ്രാവണം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവരാണെന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുത്തു തരണം. ശല്യം ഒരിക്കും സജീബൊക്കെ ഞാൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ, ബാക്കി എല്ലാവരും കാണിച്ചു തരാം. ബാട്ടി തിരിഞ്ഞിരിക്കണം 3 പേര്. ഞങ്ങൾ അങ്ങനെ ദുബായിക്ക് പോവാണ്. എനിക്ക് ഈ ട്രിപ്പ് ഭയങ്കര സ്പെഷ്യലാട്ടോ. കാരണം വേറെ കൊണ്ടിട്ടല്ല, ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ്, ഞങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ ഒരുമിച്ചിട്ടുള്ള, അല്ല ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ പോയിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ചുള്ള ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ ഒരുമിച്ചുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ. ആദ്യമായിട്ട് ഞങ്ങൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോണു അല്ലേ? ഒരു സേവ് ദ ഡേറ്റ് ഞാൻ വീട് മൊത്തം വിറ്റിട്ട് ഇറങ്ങി പോന്നേക്കണം, ഒന്നും പറയണ്ട. പക്ഷെ കൊള്ളാട്ടെ, ഭയങ്കര നല്ല ഫീല്. സജീവക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സത്യം കണ്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സന്തോഷമുണ്ടോ? വയ്യാണ്ടിരിക്കണേ. എനിക്കും ജലദോഷത്തിന്റെ ഒരു ചെറിയ കോളൊക്കെ ഉണ്ട്. അതെ, പക്ഷെ ഞങ്ങൾ അടിച്ചു പൊളിക്കും ഈ ഒരു ട്രിപ്പ്. ശരിക്കും ഞാൻ വീട് വിട്ടു പോന്നേക്കണ പോലെ ഉണ്ട് കേട്ടോ. കാരണം ഇതെന്റെ പെട്ടി, ബാഗ് എൻ്റെ, ഈ ബാഗ് എൻ്റെ, 4 സാധനങ്ങളാണ് എനിക്കുള്ളത്. പിന്നെ ആയിരിക്കണം പില്ലോയും എൻ്റെ കേട്ടാ. അനന്തപുരം ആക്കുടി, ഇത് 2 മാത്രം. നല്ല വെയിറ്റ് ഉണ്ടല്ലോ, വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ വല്ല ആണോ? എൻ്റെ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞപ്പോൾ കുറേ നേരം എടുത്തിട്ട്, കാരണം ലേഡീസിൻ്റെ ക്യൂ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ ലേറ്റായി. ബാക്കി ദുഷ്ടന്മാരെല്ലാവരും കൂടി ഇവിടെ എവിടെ നിൽക്കണേ കാണിച്ചു തരാം. ഇതാണ് ആ പിള്ളേരോട് വന്നുള്ള കുഴപ്പം. ഹലോ ഹലോ. അതെ, ഈ ട്രിപ്പിൽ ഞാനും ഉണ്ട് കൂടെ. ഞാനൊരു ചെറിയ കോൺസെപ്റ്റ് വീഡിയോ എടുക്കാൻ പോവാണ് ദുബായില്. വർക്കൗട്ട് ആയി കിട്ടി പോയപ്പോ നമ്മുടെ ട്രൈ ഒക്കെ അങ്ങനെയാണല്ലോ. എന്തായാലും പോവുകയാണ്. അതെ, നിങ്ങൾക്ക് കശുവണ്ടി പരിപ്പ് വേണോ? അത് കപ്പലണ്ടിയാടാ. അതെ, ഈ വണ്ടിയും കിട്ടും. വരും, നമുക്ക് പോവാം. ഓസിന് പെർഫ്യൂം അടിക്കണ നോക്കാവൻ. ചേച്ചി ഓസിന് പെർഫ്യൂം അടിക്കണോടെ ഇന്ന്. ആ പേപ്പർ കൊടുക്കട്ടാ. അത് മണം കറക്റ്റ് ആണോ നോക്കി. എനിക്ക് വേണ്ട, അത് മെൻസ് പെർഫ്യൂം ആടാ. ജോബി, ഇത് ജോബി കൊണ്ടുവന്ന സോമരസം ഉണ്ടാ. മറ്റേ അത്ഭുത ദ്വീപിലെ ആൾക്കാരുടെ കയ്യിലാണ് ചെന്ന് കണ്ടേക്കണത്, കുടിക്കാനായിട്ട് എടുക്കണ. നീ കൊണ്ടുവന്നാണോ ജോബി? ജോബി സോമരസം കൊണ്ടാ വന്ന ഫ്ലൈറ്റിൽ നിന്ന് അടിക്കാൻ. ഞങ്ങൾ നല്ല കുട്ടികള് കഫേലാക്കി ചുക്കുലാക്കി നല്ല സാധനങ്ങളൊക്കെ കുടിച്ച് ഇവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ഇരിക്കാൻ പോവാണ്. ഫ്ലൈറ്റ് പോകില്ലെന്നുള്ള വിശ്വാസമുണ്ട്. പോകില്ലായിരിക്കും കേട്ടാ. ഞങ്ങള് ചുക്ക് കാപ്പി പിടിച്ച് വൈബ് ചെയ്യാൻ പോകണേ. ചുക്ക ഉറങ്ങാതിരിക്കാൻ പോണേ. അതെ, പക്ഷെ അപ്പുറത്ത് കാണിച്ചില്ല ഗൈസ്. ഈ പിള്ളേര് ചിക്കൻ തിന്നാണ്. ലക്ഷ്മി ചേച്ചി ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ലക്ഷ്മി ചേച്ചി, ഇവൻ ഫ്രൈഡ് ചിക്കൻ. എന്താണെന്തോ ഓർഡർ ചെയ്ത
പൊന്നെ എന്നോട് സത്യം പറ, എന്താ ഓർഡർ ചെയ്ത? പൊന്നെ പറ, എന്താ ഓർഡർ ചെയ്ത? പറ, ചുട്ട് പറ. അമ്മൂമ്മയുടെ ഇത് എന്റെ ക്യാമറയാണ്, പോടാ. പൊന്ന് പറ, നമ്മുടെ പൊന്ന് പറ. എനിക്ക് ഡൗട്ട് ഉണ്ട് പിള്ളേരെ, ഈ മനുഷ്യൻ എന്റെ കൂടെ വന്നതാണോ അത് അവരുടെ കൂടെ പോയതാണോ എന്ന്. സജീബക്ക മൈൻഡ് ചെയ്യണോ? സജീബക്ക ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടാ അവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. കാർത്തികോടെ അങ്ങ് പോയി. സത്യം പോയി ഇരുന്ന് ചിക്കിങ് കയറ്റണം. നോക്കിക്കേ, എന്റെ കൂടെ വന്നപ്പോ ചിക്കിങ് കഴിക്കില്ല, പിസ്സ കഴിക്കില്ല, മന്തി കഴിക്കില്ല. ഇല്ല സജീബക്ക. ഇപ്പൊ നോക്ക്, ചിക്കിങ് ഇരുന്ന് കഴിക്കണ്. എടാ കള്ള. എടാ സത്യോടാ. എടാ ഞാൻ നോക്കിയപ്പോഴേ നിന്റെ കൂടെ അങ്ങ് മഞ്ഞ ലിഫ്റ്റ് കയറി. ഞാൻ സജീബ് കിടക്കണ വാവളം നിൽക്ക്. നോക്കിക്കേ, ഒരു മനുഷ്യ സമാധാനമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും വ്ലോഗ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യും. നല്ല എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം. ഈശ്വരാ, ഞാൻ എന്തിന്റെ കുഞ്ഞിനാണോ കൊണ്ടുവന്നത് ഫ്ലൈറ്റില്? നമ്മുടെ പൊന്നി ഇതൊക്കെ ഞാൻ മേടിച്ചേട്ടാ, ഉണ്ടാക്കി തരാൻ പറയല്ലേ പൊന്നി. നീ പോടാ, നീ പറയണേ ഇതൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണണേ. ഇവിടെ തക്കുടുവായിരിക്കും ഇരിക്കണേ. സന്തോഷമുണ്ട് കുഞ്ഞുമ്മ, എല്ലാം കഴിക്കും, എല്ലാം കഴിക്കണം. എനിക്ക് സമാധാനമായിട്ട് വീട്ടിൽ വീട്ടിരിക്കാം. അമ്മേ അത് വേണ്ട, അത് വേണ്ട. അങ്ങനെ ഒഫീഷ്യലായിട്ട് എനിക്ക് പെട്ടി ചുമക്കാൻ ഒരാളെ കിട്ടി ഗൈസ്. നോക്ക്, സാക്രിഫൈസ്. അതും പറയണ്ട, ക്യാമറമാൻമാരുടെ എൽസിയും കൂടി ചുമക്കണം. എന്തു രാവിലെ ഒരു കോവർ കഴിഞ്ഞ കണി കണ്ടത്, ഇപ്പൊ അതിന്റെ ഗതിയെ എനിക്കും. കൊള്ളാം. മെർഫിൽ ഒരു പച്ചപ്പരിഷ്കാരിനെ കണ്ടു. സജീബക്ക ഏതേ പച്ചപ്പരിഷ്കാരി? ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിന് കയറിയിട്ടാണ്. എനിക്ക് ഒരു പ്രാർത്ഥനയല്ല സാർ, ലൈഫ് ലോങ് ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റുമോ അല്ലേ? കുറേ രാജ്യങ്ങൾ ഒരുമിച്ച് അല്ലേ? ആഗ്രഹം ഉണ്ടാവും, എന്നോടൊക്കെ ഉണ്ടാകും ആഗ്രഹം. ഒരുപാട് 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 കൺട്രീസ് എനിക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യണം. അങ്ങനെ നടക്കട്ടെ, നടക്കും. പൊന്നെ ഉറങ്ങി നന്നായിട്ട്. അനന്തേ ഉറങ്ങി നന്നായിട്ട്. അതെന്ത് സാധനം നിക്കണ? അങ്ങനെ ഒരു 4 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ തൊണ്ടവേദന ജലദോഷമൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പറഞ്ഞില്ലേ, ആകെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. ഡോളം എല്ലാം കഴിക്കണം. ഇനിയിപ്പം സൗണ്ട് മാറില്ലേ? നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഭാഗ്യം ഞാൻ മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ചെവി കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയർപ്ലഗ്സ് ഒക്കെ ഉണ്ടായിരുന്ന കൊണ്ടിട്ട് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. നല്ല സേഫായിട്ട് ഞങ്ങൾ അബുദാബിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് ദുബായ്. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. അനന്ത് ദുബായ് അനന്ത് അങ്ങനെ ഈ വേവിൽ കാലോത്തിരിക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെടും, ഭയങ്കര ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ടായി ഉറങ്ങി ഫ്ലൈറ്റ് കിടന്ന്? ശരിയാട്ടോ, ഉറങ്ങി എന്നാലും പക്ഷെ ഇടക്കിടക്ക് അറിയുന്നുണ്ടോന്നു അല്ലേ?
നല്ല വെള്ളം കുടിക്കണം കേട്ടോ. നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. തണുപ്പത്ത് തന്നെയല്ലേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ സൗണ്ട് നോക്കി എന്താടാ എന്റെ കൂടെ വന്ന് 32 വരെ കാണാനില്ല സീനാണാ നീ. പാവ ശ്രാവണിന്റെ കൂടെ സജീവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സജീവക്കനെ കാണാനില്ല. അനന്ത് ഞാൻ നോക്കിയോ വഴിതെറ്റി നിക്കണ ഒരു വസന്തം. വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടോ? കാർത്തിനെ കാണാനില്ല, ആരെയും കാണാനില്ല. ഞങ്ങൾ 3 പേര് പിള്ളേര് വഴിതെറ്റിയിപ്പുണ്ട് ഇവിടെ. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാരെയും കിട്ടിയിട്ടാ. ശ്രാവൺ കിട്ടിയില്ലേ നിനക്ക് ആൾക്കാര്? മറ്റേ പെരിയപ്പ കാത്തിരിക്കടാ ഇങ്ക ആണല്ലേ കള്ളന്മാര്. പാവം ശ്രാവണില്ലേ കാത്തിരിക്കണേ നോക്കിയപ്പോ ഒറ്റയ്ക്ക് നിക്കണ പാവം. മറ്റേ വഴിതെറ്റിയൊക്കെ പിള്ളേര് പോവില്ലേ അതുമാതിരി. എന്റെ ഷുട്ടൂന് മന്ദാകിനി വേണമെന്ന് കുഞ്ഞും എടുക്കാം. നമുക്ക് പോകുമ്പോ എടുക്കാം. അനന്ത് ഒഫീഷ്യലി UAE മണ്ണില് കാലൂത്താൻ പോണ്. സന്തോഷമുണ്ട് നമ്മുടെ പൊന്നിന്. ഓക്കെ ഞങ്ങളങ്ങനെ സിമ്മൊക്കെ എടുത്ത് നമ്മൾ ഇബൻ ബത്തൂത്തയിലേക്ക് ബസ്സിന് പോകാൻ വേണ്ടി പോവാട്ടോ. നോക്കിക്കേ ഒരു ഫ്രീക്ക നോക്കി. എന്താണ് സുന്ദരക്കുട്ട സ്രാവ. സ്രാവ് ഫ്രീക്കോട് ഫ്രീക്ക്. പക്ഷെ അവന്റെ മരം കൊത്തി ഹെയർ സ്റ്റൈലായിരുന്നു എനിക്കിഷ്ടം. അതെ മരം കൊത്തി സ്രാവിന്റെ പേര് വീണ്. അപ്പൊ ഞങ്ങളുടെ ബസ്സും തപ്പിക്കൊണ്ട് പോവാട്ടോ. ഇനി ഷട്ടിൽ ബസ്സിന് ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് വേണം നമ്മൾ ഇബൻ ബത്തൂത്തയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് നമ്മൾ മെട്രോ കയറിയിട്ടാട്ടോ ദുബായിലേക്ക് പോകാൻ പോണേ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും കൂടെ വൈബ്. മിസ് ചെയ്യും ഞാൻ പോയി കഴിയാൻ നേരത്ത്. സത്യം എന്താ നല്ല വെതറും ആട്ടോ. ഭയങ്കര ചൂടുമില്ല, ഭയങ്കര തണുപ്പുമില്ല, നല്ല ഒരു വെതർ. എൻജോയ്. ഒട്ടകത്തിന്റെ ഇറച്ചിക്ക് കിലോയ്ക്ക് എത്ര രൂപ എന്തോ. ബുർജുമാനിൽ ഇറങ്ങി ഇനിയിപ്പോ നമ്മള് യൂണിയനിൽ പോയി ഇറങ്ങി അവിടെ നോമ്പെടുത്ത് വേണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. ഞാനാണ് ഹോട്ടൽ അതിവിദഗ്ധമായിട്ട് ബുക്ക് ചെയ്തത്. കൊണ്ടിട്ട് അങ്ങോട്ട് കാണേണ്ടതാണ് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവരൊക്കെ ഞാൻ കഷ്ടപ്പെടുത്തു. അതാണ് എന്റെ ഇന്നത്തെ ഒരു ഡീൽ. എന്താല്ലേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയപ്പോ ധൈര്യം കരാമേട്ടോ കിട്ടിയത്. ദുബായിയുടെ അടുത്ത് നോക്കിയേ 28,000 രൂപയൊക്കെ ഒരു ദിവസം എന്താണ് ജോലിയുടെ അടുത്ത് സ്റ്റേ ചെയ്യണമെങ്കിൽ കാണിക്കണത്. ഇതിപ്പോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടിയോണ്ട് ധൈര്യമാണ്. പക്ഷെ ആ അഫോർഡബിൾ ആയിട്ട് കിട്ടിയത് മുഴുവൻ നമ്മൾ ട്രാവലിംഗ് കളയും. അതാണ് നമ്മുടെ ഒരു ഇടുക്ക്. അപ്പോ നമ്മള് മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അനന്ത് ഇഷ്ടപ്പെട്ട അബുദാബി ഇഷ്ടപ്പെട്ട ഇബൻ ബത്തൂത്ത് ഇഷ്ടപ്പെട്ട അല്ല ഇബൻ ബത്തൂത്ത് ഇഷ്ടപ്പെട്ട മൊത്തം ബിരിയാണി കഴിക്കണം, മന്തി കഴിക്കണം, മന്തി. അപ്പൊ അനന്ത് ദുബായ് കാണാൻ പോകണം കേട്ടോ. ദുബായ് ആയിട്ടില്ല, ഏകദേശമൊക്കെ ആയിട്ടൊക്കെ ഇബൻ ബത്തൂത്ത് എത്തി നമ്മള്. ഇനി ഒരു ഗ്ലാസ് ഹൗസ് കണ്ടപ്പോ സജീവക്ക് പറയുമ്പോ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ടോ. ശരിക്കും നമ്മുടെ അടുത്ത പോലെ വിസിലടിയും കാര്യങ്ങളൊന്നും ഇല്ലട്ടെ. ഗ്ലാസ് അല്ലെങ്കിൽ മഞ്ഞവരാത്തി അപ്പൊ സെക്യൂരിറ്റി വിസിലടിക്കും. മഞ്ഞവരെന്ന് മാറിക്കും, മഞ്ഞവരെന്ന് മാറിക്കുന്നു പറഞ്ഞിട്ട്. ഇതിപ്പോ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പം പറയണേ ഇത് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ. അതെ നമ്മുടെ ഊബർ വണ്ടി എന്തായിരുന്നു ടെസ്ലക്കാട്ടോ നമ്മള് പോണ. എനിക്ക് ചിരിവല്ല ഇവിടെ ടാക്സി ഓടണില്ല. ടെസ്ല വലിയ വലിയ വണ്ടികളൊക്കെ ആട്ടോ. പക്ഷെ നല്ല ഗ്രാൻഡ്. നമുക്ക് പോയിട്ട് വരാം എന്തായാലും. നമ്മളിനി നമ്മുടെ ഹോട്ടലിലേക്ക് പോവാട്ടോ. തേരയിലാണ് നമ്മുടെ ഹോട്ടൽ വന്നേക്കുന്നത്. 9 എന്ന് പറഞ്ഞൊരു ഹോട്ടലാട്ടോ. അവിടേക്ക് പോവാണ് നമ്മള് ടെസ്ലയിലേക്ക്. നമ്മളങ്ങനെ കൊറേ നേരത്തെ ട്രാവലിന് ശേഷം റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയണ്ട. ആകെ
എന്താ പറയുക ക്ഷീണമാണ് മൊത്തത്തില്. കാരണം ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. ഒരു 5 മണിക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് അവിടെ നിന്ന് ഇബൻ ബത്തൂത്തേന്ന് നമ്മൾ അബുദാബിയിൽ അല്ല തിരിഞ്ഞുപോയി, അവിടെ നിന്ന് കൊച്ചിന്ന് അബുദാബി, അവിടെ നിന്ന് ഇബൻ ബത്തൂത്ത, അവിടെ നിന്ന് ദുബായിലോട്ടാണ് നമ്മൾ വന്നത്. ദുബായിൽ ദേറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തേക്കണം. അത്യാവശ്യം എന്താ പറയുക ഭയങ്കര പോഷ് റൂമൊന്നും അല്ല കേട്ടോ. കാരണം നമുക്ക് സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഹോട്ടൽ റൂം തന്നെ ആവശ്യമില്ല. കാരണം വന്ന് കിടന്നുറങ്ങാൻ പോവാ ഈ ഒരു മോഡലാട്ടോ ഫുൾ നമ്മുടെ കാര്യങ്ങളെല്ലാം. അപ്പോ എങ്ങനെ ഉണ്ടായി എന്റെ കൂടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ്? അടിപൊളിയായിരുന്നല്ലേ? യാത്ര എങ്ങനെ ഉണ്ടായി? ഫ്ലൈറ്റ് യാത്ര എങ്ങനെ ഉണ്ടായി? നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരുമിച്ച് അന്ന് ഇവിടെ തായ്ലൻഡ് പോയിട്ടുണ്ടല്ലേ? ഓക്കെ. ഞാൻ ഇതിന് മുന്നേ ആണെങ്കിലും ദുബായ് വന്നിട്ടുണ്ട്. എനിക്കും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രാവൽ ചെയ്ത് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. കാരണം ഈ ഇത്രയും വർഷത്തെ പ്രണയത്തിന് അല്ലെ ഒടുവിൽ ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയത്. സത്യം ഇപ്പോഴാണ് ലൈസൻസ് കിട്ടിയല്ലേ വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ അമ്മ ഓടിക്കും ട്രാവൽ ചെയ്യാൻ പോണെന്ന് പറഞ്ഞതിൻ്റെ കൂടെ. നമ്മുടെ ടിപ്പിക്കൽ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലേ, ചൂലായിട്ട് എടുക്കും നമ്മള് പാർട്ണറിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. എന്റെ അമ്മയൊക്കെ അങ്ങനെ കേട്ടോ, കുറെ അമ്മമാരൊന്നും അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് ലൈസൻസ് കിട്ടിയത്. അപ്പോ എന്താ പറയാ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് നല്ല ടയേർഡ് ഉണ്ട്. ഇന്ന് ഈ വൈകുന്നേരം നമുക്ക് ബുർജ് ഖലീഫ പോയി ഷൂട്ട് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ അതിനുള്ള കുറച്ചൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാനും അതിനൊക്കെ ഉള്ള നേരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ചുള്ള ട്രാവൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഹാർട്ട് തരിക, അല്ല ഒരു റെഡ് ഹാർട്ട്, ലവിന്റെ സിമ്പിൾ ആയിട്ട് ഒരു ഇട്ട് റെഡ് ഹാർട്ട്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ കേട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.